ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ കേരളത്തിലെ മലയോര ജില്ലകളിൽ ഉയർന്നുവരുന്ന പ്രതിഷേധം രാഷ്ട്രീയ രൂപം കൈവരിക്കുന്നതിനൊപ്പം കൂടുതൽ സങ്കീർണവും പ്രക്ഷുബ്ധവുമാവുകയാണ്. റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും ക്രിസ്തീയ സഭകൾക്കിടയിലും അഭിപ്രായ ഭിന്നത പ്രകടമാണ്. കർഷക വിരുദ്ധത ആരോപിച്ച് കസ്തൂരി രംഗൻ നിർദ്ദേശങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്ത് തെരുവിലിറങ്ങുന്ന കത്തോലിക്ക സഭയോട് CSIക്ക് യോജിപ്പില്ല. ഇടുക്കി ബിഷപ്പിനോട് വാക്കാൽ ഏറ്റുമുട്ടി കോൺഗ്രസ് നയം ഉയർത്തിപ്പിടിക്കുന്ന PT തോമസിന് പാർട്ടിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന പിന്തുണ അത്ര ശക്തവുമല്ല. അതിനിടെയാണ് റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയൽ പ്രതികരിച്ചിരിക്കുന്നത്. പാവപ്പെട്ട കർഷകന്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് ഒരു പ്രകൃതി സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് നടപ്പില്ല, അതൊരിക്കലും നടക്കില്ല. ഇവിടെ മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ രക്തം തന്നെ ചൊരിയും അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനായി നിന്ന PT തോമസിനെ ആദ്യം അനുകൂലിച്ച KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ഇന്ന് കാര്യങ്ങളിൽ കുറെ കൂടി കരുതലോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കാര്യങ്ങൾ പഠിക്കാൻ പുതിയ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും ഇതിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള സജീവമായ നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരികയുണ്ടായി. ഇതിനെപ്പറ്റി പഠിക്കാൻ KPCC ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സഭയോടും സമുദായത്തോടും ഒരു അതൃപ്തിയുമില്ല. പാർട്ടി എല്ലാ മതവിഭാഗങ്ങളോടും തുല്യമായ സമീപനമാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളത്. വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ കർഷക പ്രേമം നിഴലിക്കുന്ന പ്രസ്താവന ഇറക്കിയ വയനാട് MP MI ഷാനവാസ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കർഷക വിരുദ്ധമാണെന്നും ഹരിതവാദികളുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ലെന്നും വ്യക്തമാക്കിയെന്ന്. ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്നുള്ള സംഗതി. റിപ്പോർട്ട് വായിക്കാത്ത മണ്ടന്മാരൊന്നുമല്ല മലയോര കർഷകരെന്ന് അദ്ദേഹത്തെ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർഷകരെ ദ്രോഹിച്ചാൽ ആദ്യം രാജിവെക്കുന്ന MP താനായിരിക്കുമെന്ന് K സുധാകരൻ പറഞ്ഞു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും അവകാശം, സ്വാതന്ത്ര്യം, താല്പര്യം ഈ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഹനിക്കപ്പെട്ടാൽ ഇന്ത്യൻ പാർലമെന്റിൽ രാജിവെക്കുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്ന ആദ്യത്തെ MP കണ്ണൂരിന്റെ MP ആയിരിക്കുമെന്ന്. KM മാണിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയാലും കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കേണ്ടി വരും എന്നായിരുന്നു പ്രതിഷേധ രംഗത്തുള്ള കേരള കോൺഗ്രസുകാർക്ക് PT തോമസ് നൽകിയ മറുപടി. ഇതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. നാളെ KM മാണി സാറിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയാലും ഇത് നടപ്പാക്കേണ്ടി വരും. ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഫാദർ പോൾ തേലക്കാട്, സിറോ മലബാർ സഭയുടെ വക്താവ്, കൊച്ചിയിൽ നിന്ന് തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠനും കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. CSIയുടെ പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ ശ്രീ മാത്യു കോശി പുന്നക്കാട് ടെലിഫോൺ ലൈനിൽ. ഒപ്പം തന്നെ CPI MLA VS സുനിൽകുമാർ, കോൺഗ്രസിൻ്റെ MLA TN പ്രതാപൻ എന്നിവരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഫാദർ പോൾ തേലക്കാട്, ഇന്നിപ്പോൾ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം, ഈ റിപ്പോർട്ടുമായി മുന്നോട്ട് പോയാൽ മറ്റൊരു ജാലിയൻ വാലാബാഗ് കേരളത്തിൽ സംഭവിക്കുമെന്നാണ്. ഇങ്ങനെ അതിര് കടന്ന വികാര പ്രകടനം നടത്താൻ മാത്രം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കർഷക വിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നാണ് സഭ മനസ്സിലാക്കിയിരിക്കുന്നത്. തിരിച്ചു വരാൻ താങ്കളിലേക്ക്. TN പ്രതാപൻ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ TN പ്രതാപൻ, കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഔദ്യോഗിക നിലപാട്, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സംസ്ഥാന താൽപര്യം മുൻനിർത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നാണ്. എന്നാൽ കോൺഗ്രസ് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നതിന് വിരുദ്ധമായി കോൺഗ്രസിൽ പ്രത്യേകിച്ച് താങ്കളെല്ലാം പ്രതിനിധീകരിക്കുന്ന ഹരിതവാദി വിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് വിപരീതമായി MI ഷാനവാസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട്, അതായത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വിജ്ഞാപന പ്രകാരം കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ
പരാമർശങ്ങളെല്ലാം തന്നെ കർഷക വിരുദ്ധമാണെന്നാണ്. ഹരിതവാദി MLA മാർ പറയുന്ന അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്നാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം, കോൺഗ്രസിന്റെ ദേശീയ ഗവൺമെന്റ് സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന UPA മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കേന്ദ്ര ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പരിസ്ഥിതി വകുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് കൃഷിക്കാരെ ഒരു കാര്യത്തിലും ബാധിക്കാതെ, കൃഷിക്കാരെ ഇറക്കിവിടാതെ, കൃഷിക്കാരുടെ കാർഷികമായ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ദോഷം വരുത്താതെ പരിസ്ഥിതി സംരക്ഷണം കൂടി ഉൾപ്പെടുത്തുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന കാര്യം ദേശീയ ഗവൺമെന്റും ദേശീയ ഗവൺമെന്റ് തീരുമാനമാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസിന് പ്രാദേശികമായ തീരുമാനമില്ല. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തീരുമാനം തന്നെയാണ്. കേന്ദ്രമന്ത്രി ജയന്തി നടരാജനും അതിനെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയെ കണ്ട താമരശ്ശേരി പിതാവിനും സോണിയാഗാന്ധി കൊടുത്തുള്ള ഉറപ്പും ആ ഉറപ്പുകളുടെ പശ്ചാത്തലത്തിൽ കേരള മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം TN പ്രതാപൻ, എന്റെ ചോദ്യം, വയനാടിനെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന MP ശ്രീ MI ഷാനവാസ് ഈ റിപ്പോർട്ടിനെതിരായി സംസാരിക്കുന്നത്, പാർലമെന്റിൽ പാസാക്കപ്പെട്ട നിയമത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും അതാത് സ്ഥലത്തെ പ്രാദേശികമായ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ MP-മാരും ആ ലോക്കൽ MLA-മാർക്കോ ലോക്കൽ തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളിലെ ജനപ്രതികൾക്കോ തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിലുള്ളത് കൊണ്ടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ഒക്കെ മുന്നിൽ കാണുന്നത് കൊണ്ട് സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങളുടെ വികാരത്തിനൊപ്പം അഭിപ്രായം പറയേണ്ടി വരും. അതിന് അവരെ വ്യക്തിപരമായി ഞങ്ങളാരും വിമർശിക്കാനോ കുറ്റപ്പെടുത്തുവാനോ തയ്യാറില്ല. അത് സാഹചര്യത്തിനനുസരിച്ച് അവരൊക്കെ ആ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു നിലപാട് എന്ന് പറയുന്നത് വസ്തുതാപരമായ നിലപാട്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിലുള്ള അപാകതകൾ, കൃഷിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിനുള്ള അഭിപ്രായം ചോദിച്ചിരിക്കുന്നു. അഭിപ്രായം പറയും. കൃഷിക്കാരെ ഇറക്കി വിട്ടുകൊണ്ട് കൃഷിക്കാരെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ള പരിസ്ഥിതിയെ ധ്വംസനപ്പെടുത്താൻ വേണ്ടി പാറ പൊട്ടിക്കുന്നവർക്കും മണ്ണെടുക്കുന്നവർക്കും മരം മുറിക്കുന്നവർക്കും ഓരോ വസ്തുക്കളുടെ ലൈസൻസോടുകൂടിയോ ഇൻഡസ്ട്രി നടത്തുന്നവരെയും ഒക്കെ സംരക്ഷിക്കാൻ ആര് വന്നാലും അതല്ല ദേശീയ നയം. ഇന്ത്യയിൽ ഭരണഘടനയിൽ നിയമമുണ്ട്. ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത TN പ്രതാപൻ, ഇടുക്കിയിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ, ഇടുക്കി രൂപത ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ കോൺഗ്രസിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച PT തോമസിന് ഉറച്ച പിന്തുണ ആദ്യം നൽകിയത് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു, സഭയുമായി ഒരു ഏറ്റുമുട്ടലിന് കോൺഗ്രസ് ഇല്ല. ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഈ വിഷയം ജനങ്ങൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ സഭ ഏറ്റെടുത്ത് പ്രതിഷേധത്തിന്റെ പാതയിൽ എത്തിച്ചപ്പോൾ കോൺഗ്രസിന് തന്നെ ഉണ്ടായ ആശയക്കുഴപ്പത്തിന്റെ ഭാഗമായാണോ ഇപ്പോൾ പുതുതായി ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്? ഇതിനോട് താങ്കൾ ഉൾപ്പെടുന്ന ഹരിതവാദി ഗ്രൂപ്പുകൾക്ക് യോജിപ്പുണ്ടോ? സ്വാഭാവികമായും ഇപ്പൊ പല ഭാഗത്തും ഇത് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ വേണ്ടി സമിതിയെ രൂപീകരിക്കുന്നു തെറ്റില്ല. ആത്യന്തികമായി ഗവൺമെന്റ് ഉണ്ടാക്കിയ സമിതി തന്നെയാണ് ഇതിന്റെ ആധികാരികമായ സമിതി. ആ സമിതിക്ക് ആർക്കും വേണമെങ്കിലും തെളിവ് കോൺഗ്രസ് ഉണ്ടാക്കാൻ കമ്മിറ്റിക്കോ CPM ഉണ്ടാക്കാൻ പറ്റിക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് സാമുദായിക സംഘടനകളുടെ സമിതികൾക്കോ ഒക്കെ ഗവൺമെന്റ് കമ്മിറ്റിയുടെ മുമ്പാകേണ്ട അഭിപ്രായം അറിയാം. ആ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് കമ്മിറ്റി കസ്തൂരി സെൻട്രൽ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനാരും പറഞ്ഞാലും വസ്തുതകൾക്ക് വിരുദ്ധമായ അവന്റെ വാദപ്രതിവാദങ്ങളും പ്രചരണങ്ങളുമാണ് നടത്തി വരുന്നത്. വസ്തുത എന്താണെന്ന് ആരും ഇപ്പോൾ പറയുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നു സത്യങ്ങൾ, KPCC പ്രസിഡന്റ് പറയുന്നു സത്യങ്ങൾ, പ്രധാനമന്ത്രി പറയുന്നു സത്യങ്ങൾ, ജയന്തി നടരാജൻ പറയുന്നു സത്യങ്ങൾ, സോണിയാഗാന്ധി കാണാൻ വേണ്ടി ചെന്നപ്പോൾ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് പോലും സത്യം പറഞ്ഞു ബോധ്യപ്പെടുന്നു. അവരോടല്ല സമ്മതിക്കുന്നു. PT തോമസ് ആൺകുട്ടിയാണ്. PT തോമസ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടിനേക്കാളും അപ്പുറത്തായി നിലപാട് കാണിക്കുന്ന ഒരാളാണ്. PT തോമസിനെ പോലെയുള്ള ആചരണമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരാണ് ഈ രാജ്യത്തിന് ആവശ്യം. ഈ പലരും തങ്ങളുടെ കയ്യിലുള്ള വോട്ടും തങ്ങളുടെ കയ്യിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഹൈജാക്ക് ചെയ്യാം, തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിനു മുന്നിൽ ധീരമായ അഭിപ്രായം പറയാൻ ആളപ്പം കാണിക്കുന്ന PT തോമസ്മാരാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നഷ്ടമുള്ള രാഷ്ട്രീയക്കാർ. ശ്രീ TN പ്രതാപൻ, താങ്കൾ പറയുന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെ പരസ്യമായി
രംഗത്തെത്തുകയും കസ്തൂരി രംഗൻ റിപ്പോർട്ട് കർഷക വിരുദ്ധമാണ് എന്ന പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്ത വയനാട്ടിലെ MP MI ഷാനവാസ് നട്ടെല്ല് കാണിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാകുന്നില്ല. തീർച്ചയായിട്ടും MI ഷാനവാസ് നല്ല നട്ടലുള്ള കോൺഗ്രസ്സുകാരനാണ്, യാതൊരു സംശയമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പും വോട്ടും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ജനപ്രതിനിധികൾക്ക് അവരുടെ മനസ്സിലെല്ലാം കൂടെ അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥി, വോട്ട്, അടുത്ത ജയം. അതുമാണ് വോട്ടും തെരഞ്ഞെടുപ്പും മുന്നിൽ കാണുന്ന നല്ല രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ വോട്ടിനേക്കാളും തെരഞ്ഞെടുപ്പിനേക്കാളും പ്രാധാന്യം ഈ വസ്തുതാപരമായ നിലപാടുകളാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പും വോട്ടുമൊക്കെ താൽക്കാലികമാണ്. നമുക്കത് വേണമെങ്കിൽ ഒരു ജയവും തോൽവിയും ഒന്നുമല്ല രാഷ്ട്രീയത്തിലെ അഭിപ്രായം എന്ന് പറയുന്നത്. ഈ ചർച്ചയിൽ ഉടനീളം താങ്കൾ ടെലിഫോൺ ലൈൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ TN പ്രതാപൻ, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുകയും വേണം. CSIയുടെ പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ ശ്രീ മാത്യു കോശി പുന്നക്കാട്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കോശി പുന്നക്കാട്, ഇന്ന് താമരശ്ശേരി ബിഷപ്പ് നടത്തിയ അഭിപ്രായ പ്രകടനം താങ്കൾ കേട്ടല്ലോ. വിശ്വാസികളെ സമവായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴികളിലേക്ക് നയിക്കേണ്ട പിതാക്കന്മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന തരത്തിൽ പ്രകോപനപരമായ രീതിയിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ ഇപ്പോൾ കത്തോലിക്ക സഭ പ്രകടിപ്പിക്കുന്ന എതിർപ്പ് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണോ താങ്കളുടെ അഭിപ്രായത്തിൽ? ഇന്ന് താമരശ്ശേരി ബിഷപ്പ് നടത്തിയ പ്രസ്താവനയോട് യോജിക്കാൻ സാധിക്കുന്നതല്ല. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ക്രിസ്തു കാണിച്ച മാർഗത്തിന് വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നുണ്ടായത്. രണ്ടാമത്, കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളെ CSI സഭ പൂർണ്ണമായിട്ടും പിന്താങ്ങുകയാണ്. അതിന് കാരണം അത് പശ്ചിമഘട്ടം മലനിരകൾ നിലനിൽക്കേണ്ടത് ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇവിടെ ജലവും കാലാവസ്ഥയും മറ്റും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കുടിയേറ്റ പാവപ്പെട്ട കർഷകരാണ്. ഞങ്ങൾ പറയുന്നത് അതിന്റെ മറവിൽ മറ്റ് പലരും കയ്യേറ്റം നടത്തുകയും ഖനനം നടത്തുകയും പാറവെട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് നിയന്ത്രിക്കേണ്ടത് അടിയന്തരമായി ആവശ്യമാണ്. അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ വീണ്ടും പറയുന്നു, പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല സമതല പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും എല്ലാം വികസനം പരിസ്ഥിതി ആഘാതം പഠിച്ചിട്ട് ശേഷം മാത്രമേ നടത്താവൂ. അത് പശ്ചിമഘട്ട മലനിരകൾക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. എല്ലാ പ്രദേശങ്ങളിലും ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും പരിസ്ഥിതി ആഘാതം പഠിച്ചിട്ട് മാത്രമേ ആകാവൂ എന്ന് CSI സഭ വ്യക്തമായിട്ട് അതിന്റെ കമ്മീഷനും പഠനത്തിലും പറയുന്നുണ്ട്. റൈറ്റ്. സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ പോൾ തേലക്കാടും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠനും ഇരുവരും കൊച്ചി സ്റ്റുഡിയോയിൽ തയ്യാറാണ്. ദയവായി രണ്ട് അതിഥികളും ക്ഷമിക്കണം, ചില സാങ്കേതിക തടസ്സം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ചോദ്യം വരാൻ വൈകിയത്. ആദ്യം ഫാദർ പോൾ തേലക്കാട്, ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശം താങ്കൾക്കറിയാം. ഒരു ജാലിയൻവാല ബാഗ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത്, രക്തച്ചൊരിച്ചിൽ ഉണ്ടാകും എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണെന്ന് സർക്കാരും, കസ്തൂരി രംഗൻ റിപ്പോർട്ട് ശരിയായി വായിച്ച് മനസ്സിലാക്കിയിട്ടാണോ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതെന്ന് ഹൈക്കോടതിയും ചോദിച്ചിട്ടും പിന്നെയും എന്ത് അവ്യക്തതയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനുള്ള എന്ത് സാഹചര്യമാണ് സഭ കാണുന്നത്? തീർച്ചയായിട്ടും ബിഷപ്പ് ഇഞ്ചനാനിക്കൽ ഒരിക്കലും ഒരു അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുകയോ ആഹ്വാനം ചെയ്യുകയോ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് അവിടെ ജനങ്ങളുടെ വികാരവും ആ വികാരം നീതിപരമായി പരിഗണിച്ചില്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന ചില അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ ഒരു കത്തോലിക്ക ബിഷപ്പ് ഒരിക്കലും ജനങ്ങളെ അക്രമത്തിനോ ഒരു ഹിംസാത്മകമായ നടപടികൾക്കോ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കാൻ പോലും സാധിക്കില്ല. ആ ബിഷപ്പ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത് 121 ഗ്രാമങ്ങളിൽ ജനവാസമുള്ള ഗ്രാമങ്ങളിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ പ്രഖ്യാപിക്കുക വഴി അവിടുത്തെ ജനങ്ങൾക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ ജനങ്ങൾ വസിക്കുന്ന 121 ഗ്രാമങ്ങൾ ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം സാറ്റലൈറ്റ് വഴിയുള്ള പിക്ചേഴ്സിൽ വന്ന അബദ്ധമാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അത് പരിഹരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ക്വാറി നടത്തുന്നതിലോ കരിങ്കൽ മണ്ഡലം നടത്തുന്നതിലോ
മണലിൻ്റെ ഊരിയെടുക്കുന്നതിലോ ഒന്നുമല്ല ഇവിടെ. പക്ഷേ ഒരു കുടുംബത്തിന് 50 സെൻറ്റ് ഉണ്ടായിരിക്കുകയും അതിനകത്തൊരു പാറക്കഷ്ണം, ഒരു വലിയ പാറ ഉണ്ടാകുകയും അത് പൊട്ടിച്ചെടുത്തവർക്കൊരു ഒരു കയ്യാല പണിയാൻ ഇതിന് സാധിക്കാതെയും വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അവിടെ ഒരു റെഡ് വകുപ്പിൽപ്പെട്ട ഒരു വ്യവസായം തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസായങ്ങളിൽ ഒരു ആശുപത്രി വരുന്നു, ഒരു മാംസം വെട്ടി വിൽക്കുന്ന ഒരു കച്ചവടത്തിൻ്റെ സ്ഥലം വരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഈ വക കാര്യങ്ങൾ കർഷകർക്ക് ആശങ്കയുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അവിടെ വസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ന്യായമായി അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകൾ അകറ്റിക്കൊണ്ട് ഇത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ബിഷപ്പുമാരെ മറ്റാരും എതിരല്ല. നമ്മളെല്ലാവരും, സഭയും സമൂഹം എല്ലാവരും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ അത് ശക്തിപ്പെടുത്തേണ്ടതാണ്, പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുമ്പോൾ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അത് നടത്തണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ താങ്കളുടെ തൊട്ടടുത്തിരുന്ന് ഫാദർ പോൾ തേലക്കാട്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, ജനങ്ങളുടെ ആശങ്കകളായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അപകടകരമായ സ്ഥിതിവിശേഷത്തെ പറ്റിയാണ്. ഇത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിലയിരുത്തലിൽ നിന്ന് ഉണ്ടായതാണോ? ഇതിൽ എതിരഭിപ്രായം താങ്കൾക്കുണ്ടോ? 2, സംസ്ഥാനത്ത് ഇത് കൊണ്ടുവരുന്ന കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കുള്ളിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സഭ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോടും അതിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിനോടും താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ഫാദർ തേലക്കാട് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വസ്തുത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമുക്കറിയാം, മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തൊരു ആശങ്കയായിരുന്നു ഇവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആശങ്കയും പോയി, എല്ലാം പോയി. അപ്പോൾ ആശങ്ക ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഫാദർ പറഞ്ഞതുപോലെ ഇത് വായിക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെ ജോലിയാണ്. ഞാനിതിലൊരു വലിയ ആശങ്കയൊന്നും കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, പശ്ചിമഘട്ട സംരക്ഷണത്തിന് കസ്തൂരിരംഗൻ റിപ്പോർട്ട് മാത്രം മതിയോ എന്ന കാര്യത്തിൽ തന്നെ സംശയമുള്ള ഒരാളാണ് ഞാൻ പൊതുവെ. രണ്ടാമത്, ഫാദർ പറഞ്ഞ ക്വാറിയുടെ കാര്യം, യഥാർത്ഥത്തിൽ 17,000 ക്വാറികൾ കേരളത്തിൽ ഇന്ന് പശ്ചിമഘട്ടം അല്ലെങ്കിൽ താഴെയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 3,000 ക്വാറിക്ക് ലൈസൻസ് ഉള്ളൂ, നിയമപരമായ അവകാശമുള്ളൂ. 14,000 ക്വാറികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതിൽ പലതും പശ്ചിമഘട്ടത്തിലാണ്, അത് പലതും ഡാമുകൾക്ക് അടുത്ത് പോലുമാണ്, പലതും വനങ്ങൾക്കകത്താണ്. ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഫാദർ പറഞ്ഞ ഒരു എക്സംഷൻ, എൻ്റെ വീട്ടിൽ 50 സെൻറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞൊരു എക്സംഷൻ വച്ച് ക്വാറികൾക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല. കാരണം ക്വാറികൾ നിരോധിക്കുകയും വേണം. പിന്നെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിൽ റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ റെഡ് കാറ്റഗറി എല്ലാം വേണമെന്നില്ല, വേണമെങ്കിൽ ചർച്ചയ്ക്ക് വെക്കാം. റെഡ് കാറ്റഗറിയിൽ ഇന്ന കാര്യങ്ങൾ, ആശുപത്രി ആവശ്യമുണ്ട്, സ്കൂൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അറവുശാല ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആശുപത്രി വേണമെങ്കിൽ വേറൊരു കാര്യം എൻ്റെ കൂടെ പറയുന്നുണ്ട്. ആശുപത്രി വേണമെങ്കിൽ അതിന് മാലിന്യ സംസ്കരണ സംവിധാനം വേണം. കാരണം നമ്മുടെ നഗരത്തിലുള്ളതിനേക്കാൾ അപകടകരമാണ് മുകളിൽ പശ്ചിമഘട്ടത്തിൽ ഒരു ആശുപത്രിയിൽ സംവിധാനം ഇല്ലെങ്കിൽ. കാരണം എന്താ, അത് നേരെ താഴെ വരുന്ന മുഴുവൻ ആളുകളുടെ മേത്തേക്ക് അത് വരും. അതുകൊണ്ട് മാത്രമല്ല, പശ്ചിമഘട്ടം കുറേ കൂടി സുരക്ഷിതവും നല്ല വായു കിട്ടുന്ന സ്ഥലവും ഒക്കെയാണ്, ജൈവ വൈവിധ്യം കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ അപകടകരമായ മാലിന്യങ്ങൾ എന്ന് പറയുന്ന ആശുപത്രി മാലിന്യങ്ങൾ വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരം സമരങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് വളരെ ശക്തമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുന്ന ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ VM സുധീരനെ പോലെയുള്ള ആളുകൾ പല വിഷയത്തിലും അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ VD സതീശൻ, TN പ്രതാപൻ, VT ബൽറാം പോലെയുള്ള ആളുകൾ, അതുപോലെ ഇപ്പോൾ UDF-ൽ തന്നെ ശ്രേയംസ് കുമാറിനെ പോലെയുള്ള MLA-മാർ, MP വീരേന്ദ്രകുമാറിനെ പോലെയുള്ള ആളുകൾ ഒക്കെ വ്യക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് ഒരു സംവാദം ഇക്കാര്യത്തിൽ വരേണ്ടതാണ്. അതിലൊരു തെറ്റുമില്ല. ഒരു പാർട്ടി മോണോലിത്തിക്, അപ്പോൾ VS അച്യുതാനന്ദനെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനോട് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനേക്കാൾ ആഭിമുഖ്യം അദ്ദേഹം തുറന്നു പറഞ്ഞ ആളാണ്. അതിലൊരു തെറ്റുമില്ല. കാരണം പാർട്ടി അച്ചടക്കത്തിൻ്റെ വരുതിക്കകത്ത് നിന്നുകൊണ്ട് നടത്തേണ്ട ഒരു ചർച്ചയല്ലത്. ഇത് വളരെ വിശാലമായി ചർച്ച വേണം. മൂന്നാമത്, ഇതിനോടുള്ള സമരങ്ങൾ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണ് സമരം ചെയ്യുന്നത്? ഞാൻ കത്തോലിക്ക പുരോഹിതന്മാർ സമരത്തിൽ ഇറങ്ങുന്നതിന് വിരോധമുള്ള ആളല്ല. കാരണം ശരിയായ ജനങ്ങളുടെ ആവശ്യത്തിലാണെങ്കിൽ അവർ സമരത്തിൽ ഇറങ്ങണം എന്ന അഭിപ്രായം എനിക്കുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തർക്കത്തിൽ പോരുത് എന്ന അഭിപ്രായമുണ്ട്. കാരണം അത് അത്രയും വഷളാണ്. അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ സമരത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായും അവർ മറ്റു രാഷ്ട്രീയക്കാരേക്കാൾ മാതൃകാപരമായി പെരുമാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് മറ്റ് താല്പര്യങ്ങളില്ല. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പേ ആവശ്യമുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ്സിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ്.
CPM-നും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും പ്രശ്നം. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ പ്രശ്നം. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല മലയോരത്ത് ഈ പാർട്ടികൾ മാറി വരാം, പക്ഷേ സഭ അവിടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ സഭയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢതാല്പര്യങ്ങളുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും സഭയിലെ ചില ഉന്നതരായ പുരോഹിതന്മാർ, ഇപ്പോൾ ബിഷപ്പിനെ പോലെയുള്ള ആളുകൾ, ഇടുക്കി ബിഷപ്പും ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പും പറഞ്ഞ പോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഏത് അക്രമത്തിനേക്കാൾ അപകടകരമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ജാലിയൻ വാലാബാഗ് പോലെയുള്ള ഒരു സംഭവം എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കൂട്ടക്കൊല നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു രംഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ചരിത്രം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. മാത്രമല്ല നമ്മൾ കാണേണ്ടത് അടിവാരത്തും താമരശ്ശേരിയിലും കൊട്ടിയത്തും മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായ അക്രമങ്ങൾ, നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ കാലത്ത് തമിഴ്നാട്ടിലുണ്ടായ അക്രമങ്ങൾ കൂടി ചേർത്ത് ആലോചിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ചെറിയൊരു തീപ്പൊരി മതി നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ മതപുരോഹിതന്മാർ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് ആര് തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നൊക്കെ ഒരു ബിഷപ്പ് പറഞ്ഞതിനൊക്കെ ഞാൻ വളരെ എതിർപ്പുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ CR നീലകണ്ഠൻ സൂചിപ്പിച്ചത് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ, ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും എന്നതുപോലെയുള്ള പരാമർശങ്ങൾ ഏത് അക്രമത്തെക്കാളും അപകടകരമാണെന്നതാണ്. ഒരു ഭാഗത്ത് നിന്ന് കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ അവ്യക്തതകളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി പ്രശ്നത്തിൽ രമ്യതയോടുകൂടി ഒരു പരിഹാരം കാണാൻ തയ്യാറാണെന്ന നിലപാട് അറിയിക്കുമ്പോഴും സഭ മറുഭാഗത്ത് നിന്ന് പ്രകോപന സ്വഭാവമുള്ള പ്രസ്താവനകൾ ഇറക്കി ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഷയിൽ സർക്കാരിനോട് സംസാരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും താല്പര്യമുള്ളതായി താങ്കളെ പോലുള്ളവർ കരുതുന്നുണ്ടോ? ഞങ്ങളെല്ലാവരും സഭകളോടും സഭാനാഥന്മാരോടും വൈദിക ശ്രേഷ്ഠന്മാരോടും വിശ്വാസികളോടും വലിയ ബഹുമാനമുള്ള ആളുകളാണ്. അവരോടുള്ള ബഹുമാനം വാക്കുകൾക്ക് അപ്പുറത്താണ്. പക്ഷേ ഞങ്ങളെല്ലാവരെയും ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യാണ്. ചില പിതാക്കന്മാരും ചില അച്ഛന്മാരും മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രസ്താവനകൾ, അത് നമ്മൾ ജമ്മു കാശ്മീരിലെയും അതേപോലെ തന്നെ മറ്റു ചില താലിബാനിലെയും ഒക്കെ ആളുകൾ നടത്തുന്ന വാക്കുകളെയും കൂട്ടി വായിക്കുമ്പോൾ അതിനടുത്തേക്കൊക്കെ വരുന്ന പദപ്രയോഗം നടന്നത് ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, ബാങ്കുകളിൽ ഞങ്ങൾ ഇനി പൈസ അടയ്ക്കില്ല, ബാങ്കുകളിൽ ഞങ്ങൾ ഇനി എടുത്ത് ലോൺ അടക്കില്ല, സാമ്പത്തിക ഉപരോധം, സ്കൂളുകൾ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, വിദ്യാഭ്യാസ ഉപരോധം, ഗവൺമെന്റ് ഓഫീസുകൾ ഞങ്ങൾ ഇനി തുറന്നു പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, രാജ്യസ്തംഭനം. ഒരു ജനാധിപത്യ രാജ്യത്ത്, സാമൂഹ്യ നീതി നടപ്പിലാക്കുന്ന രാജ്യത്ത് ജനാധിപത്യ സ്തംഭനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും നമ്മൾ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിടാൻ വേണ്ടി നടത്തിയ സമരകാലത്ത് പോലും നമ്മൾ നീതി നിഷേധത്തിനെതിരെ നടത്തിയ അല്ലെങ്കിൽ ബഹിഷ്കരണ സമരങ്ങളിൽ പോലും കാണിക്കാത്ത ചില പ്രയോഗങ്ങളാണ് ചില വൈദിക ശ്രേഷ്ഠന്മാർ നടത്തുന്നത്. ഇത് എന്തൊരു അത്ഭുതം! ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് UPA ചെയർപേഴ്സൺ തന്നെ നേരിട്ട് പറഞ്ഞു, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു. ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മുതലെടുപ്പ് രാഷ്ട്രീയമുണ്ട്. ആ മുതലെടുപ്പ് രാഷ്ട്രീയക്കാരുടെ കൂടെ ഇതുപോലെ വിശ്വാസികളെ നയിക്കുന്ന, ദൈവവിശ്വാസികളെ നയിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ പോകുന്നത് കാണുമ്പോൾ സങ്കടവും വേദനയും കണ്ണീരുമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. താങ്കളിലേക്ക് ഫാദർ പോൾ തേലക്കാട്, ഇന്നിപ്പോൾ താമരശ്ശേരി ബിഷപ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവന, ഇതിനു മുൻപ് ഇടുക്കി ബിഷപ്പ് ഇത് കശ്മീരാകാൻ പോകുന്നു എന്ന് പറയുന്ന പ്രസ്താവന, പവർ ഹൗസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം, പാൽ വിതരണം മുടക്കിക്കൊണ്ടുള്ള സമരം, ഇതുപോലെയൊക്കെ പ്രതിഷേധം ഇത്ര മൂർച്ച കൂട്ടാൻ മാത്രം എന്ത് പ്രതിസന്ധിയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ഉണ്ടായിട്ടുള്ളത്? ഒരു ജനാധിപത്യ സർക്കാർ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നിടുമ്പോൾ എന്തിനാണ് സഭ അതിര് കടന്ന ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് നീങ്ങുന്നത്? തീർച്ചയായിട്ടും ശ്രീ TN പ്രതാപനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും ഇടമില്ല, അതൊന്നും പേടിക്കാനില്ല. രണ്ട് പിതാക്കന്മാർ അത് കുറച്ച് അവരുടെ ജനങ്ങളുടെ വികാരത്തെ ഒന്നുകൂടി ശക്തമായി അവർ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെ പിന്താങ്ങുകയോ ഏതെങ്കിലും ആളെ തോൽപ്പിക്കുകയോ ഏതെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങൾ നേടുകയോ അല്ലെങ്കിൽ കരിങ്കൽ മാഫിയയോ അല്ലെങ്കിൽ മണൽ മാഫിയയെ സഹായിക്കുകയോ ഒന്നും സഭയുടെ ലക്ഷ്യമല്ല. സഭയ്ക്ക് ധാർമ്മികമായി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിന് സർക്കാർ സന്നദ്ധമാകണം, അതിന് പാർട്ടികൾ അതിന് മുൻകൈയെടുക്കണം എന്ന് മാത്രമാണ്. ഇങ്ങനെയുള്ള ആകാംക്ഷകളൊന്നും ജനാധിപത്യ യുഗത്തിൽ ആവശ്യമില്ലാത്തതാണ്. കേരളത്തിലും ഭാരതത്തിലുമുള്ള ക്രിസ്ത്യാനികൾ എപ്പോഴും ഒരു സെക്കുലർ ജനാധിപത്യത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ളവരാണ്. ഒരു പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ അടിച്ച് വിശ്വസിക്കുന്നവരാണ്.
ഈ പിതാക്കന്മാർ ചില പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദുഃഖം കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർക്ക് വേദന ഉണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കണം. ദയവായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ മാത്യു കോശി പുന്നക്കാട്, വിശ്വാസികളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ താമരശ്ശേരി ബിഷപ്പും ഇടുക്കി ബിഷപ്പും ചെയ്തതെന്നാണ് ഫാദർ പോൾ തേലക്കാട് അദ്ദേഹം ഇതിനെക്കുറിച്ച് നൽകിയ വിശദീകരണം. CSIക്ക് വ്യക്തമായൊരു നിലപാടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടി, പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം എന്നതാണ് CSI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. കത്തോലിക്ക മെത്രാൻ സമിതി തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഔദ്യോഗിക നിലപാട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ പാടില്ല എന്നതാണ് എന്ന് PT തോമസ് പറയുകയുണ്ടായി. അതാണ് അദ്ദേഹം ഒരിക്കൽ ഒരു വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത്. ഇങ്ങനെ നിലപാടുകൾ ഈ തരത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം കത്തോലിക്ക സഭയിൽ നിന്ന് ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്? ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിന് പകരം ജനങ്ങളെ ശരിയായ തരത്തിൽ ബോധവൽക്കരിക്കുകയും അവരെ സമാധാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുകയും അല്ലേ വൈദികർ ചെയ്യേണ്ടിയിരുന്നത്? കസ്തൂരി രംഗൻ റിപ്പോർട്ടോ ഗാഡ്ഗിൽ റിപ്പോർട്ടോ വേണ്ട വിധത്തിൽ മലയോര കർഷകരെ മനസ്സിലാക്കുവാൻ സഭാ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ശരിയായി പഠിച്ച് മനസ്സിലാക്കിയാൽ ഇതിൽ യാതൊരു ദോഷകരമായ വശങ്ങളും കർഷകർക്കില്ല എന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കർഷകർക്ക് അനവധി പ്രയോജനങ്ങൾ ചെയ്യുന്ന അനവധി പാക്കേജുകളുള്ള ഒരു പ്രോഗ്രാമാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അതിൽ വെള്ളം ചേർത്ത് അവതരിപ്പിക്കുന്നതായ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനേക്കാളും CSI സഭ പ്രിഫർ ചെയ്യുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ തന്നെ പറയുന്നു, മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും അവർക്കുണ്ടാകുന്ന ആശങ്കകൾ മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രമേയത്തിലും തീരുമാനത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജനങ്ങളെ രാഷ്ട്രീയപരമായി ഇറക്കിവിടുന്നതും ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നതും തെറ്റായ പ്രവണതയാണ്. അത് ക്രിസ്തീയ സഭയ്ക്ക് ഭീഷണകരമായ ഒരു നടപടിയാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ CSI പറയുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശങ്ങളാണ് നടപ്പാക്കപ്പെടേണ്ടത് പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയെന്ന്. മറുഭാഗത്ത് കത്തോലിക്ക സഭയുടെ നിലപാട് ഇത് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്, ഇതിൽ പുനർവിചിന്തനം ആവശ്യമാണ്, ഇത് നടപ്പാക്കാൻ ഒരു ഘട്ടത്തിലും അനുവദിക്കില്ല എന്നാണ്. കേരളത്തിലെ മലയോര ജനതയെ സംബന്ധിക്കുന്നൊരു വിഷയത്തിൽ ക്രിസ്തീയ സഭകൾക്കിടയിൽ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാനും രണ്ട് തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കാനും കാരണമാകുന്ന സാഹചര്യം ഒരുക്കുന്ന സ്ഥിതി എന്താണ്? ഒരുപക്ഷെ രണ്ട് വിഭാഗങ്ങളുടെയും ഏരിയകൾ വ്യത്യസ്തമാകാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇത്രയും തർക്കം ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരും പരിപരിവരെ കോഴിക്കോട് നടക്കുമ്പോൾ ഇത് നടപ്പാക്കിയ വേറെ കുറച്ച് ജില്ലകളെക്കുറിച്ച് നമ്മൾ മറന്നു പോരുത്. പാലക്കാട് ജില്ലയുണ്ട്, പാലക്കാട് ഇതുപോലെ ESI പ്രദേശങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയുണ്ട്, കൊല്ലം ജില്ലയുണ്ട്, പത്തനാപുരം താലൂക്ക്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുണ്ട്. ഇവിടെ ഒന്നും എന്താ പ്രശ്നം ഉണ്ടാവാത്തത്? എന്തേ അവിടെ ഒന്നും ഈ തർക്കമില്ലാത്തത്? അപ്പോൾ തീർച്ചയായിട്ടും ചില ജനവിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ അവരെ ബാധിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഫാദർ പറഞ്ഞതുപോലെ ആ പ്രദേശത്തെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ഒരു മതവിശ്വാസികളാണെങ്കിൽ അവരുടെ വികാരം എന്ന അർത്ഥത്തിൽ അവർക്ക് ഏറ്റെടുക്കാം, അതുകൊണ്ടാവും. അപ്പോൾ മലപ്പുറത്ത് അത്ര ആളുകളില്ലാത്തതുകൊണ്ട് സഭയ്ക്ക് അതിലത്ര താല്പര്യം കാണില്ല. ഞാൻ പറയുന്ന പ്രശ്നം ഇവിടെ അതല്ല. യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീ പുന്നക്കാട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രതാപം പറഞ്ഞതുപോലെ ഇത് വേണ്ടത്ര സജീവമായ ജനാധിപത്യപരമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്നില്ലെങ്കിൽ, ഭരണകൂടം ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ ബഹുമാനത്തോടെ പറയുന്നത് സഭകൾക്ക് ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഇടയലേഖനം ഇറക്കുന്നത് ഇപ്പോൾ സഭ പല വിഷയങ്ങളിലും, ഞാൻ പറയുന്നത് പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ ഞങ്ങളൊക്കെയായി സ്ഥിരം സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ പോയി തന്നെ സംസാരിക്കാറുണ്ട്. അങ്ങനെ വളരെ ഓപ്പണായി സഭ നിലപാടെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഞാൻ പറയുന്നത് സഭ അത്തരൊരു നിലപാടെടുത്ത് തുറന്ന ചർച്ചയ്ക്ക്, ഇപ്പോൾ സുധീരനെയോ പ്രതാപനെയോ സതീശനെയോ പോലെയോ ഇപ്പോൾ ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരടക്കം ഏറ്റവും ശക്തമായി എതിരായി വാദിക്കുന്ന ആളുകളെയും വച്ചുകൊണ്ട് ക്ലോസ് ബൈ ക്ലോസ്, ഞാനിപ്പോഴും വാദിക്കുന്നത് ക്ലോസ് ബൈ ക്ലോസ് ഇത് പഠിക്കണമെന്ന്, പഠിച്ചിട്ട് ഇന്ന കാര്യം ഇന്ന സ്ഥലത്ത് പ്രശ്നമാണെങ്കിൽ അതെങ്ങനെ മാറ്റണം, ഭരണകൂടത്തെ കൊണ്ട് നമുക്ക് മാറ്റിക്കാം, നമുക്ക് ഒന്നിച്ചെന്ന് മാറ്റിക്കാം. കാരണം ഞാനിപ്പോഴും പറയുന്നു, കർഷകരെ കൂട്ടിയിറക്കുക, കർഷകരുടെ ജീവിതം ദുരിതമാക്കുക ചെയ്തുകൊണ്ട് ഏത് പരിസ്ഥിതി സംരക്ഷിക്കാൻ പറ്റില്ല. കർഷകരുമായി വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷിക്കാനേ പറ്റില്ല. പക്ഷേ കർഷകരുമായി വെല്ലുവിളിക്കുന്നുണ്ടോ?
ഇപ്പോൾ നേരത്തെ ശ്രീ പുന്നക്കാട് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിലെ കർഷകരെ ജൈവ കർഷകരാക്കി മാറ്റുക എന്ന കേരള സർക്കാരിൻ്റെ നയം നടപ്പാക്കാൻ കർഷകർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണം എന്ന് പറഞ്ഞ ഏക റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ്. കഴിഞ്ഞ സർക്കാരാണ് ജൈവകൃഷി നയം കൊണ്ടുവന്നത്. ആ നയമാണ് ഗാഡ്ഗിൽ എടുത്തത്. അതുപോലെ ജനിതകമായ രൂപഭേദപ്പെടുത്തിയ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ കർഷകർക്ക് ഗുണകരമായ കാര്യങ്ങൾ സ്വീകരിക്കുക. ഗാഡ്ഗിൽ വേണോ കസ്തൂരിരംഗൻ വേണോ എന്ന കേവല വാദത്തിനപ്പുറത്തേക്ക് ഈ ഇന്ന ക്ലോസുകൾ ഇതിന് നല്ലതാണ്, ഇന്ന ക്ലോസുകൾ തെറ്റാണ്, പാരിസ്ഥിതികമായി ശരിയാണ്. മറിച്ച് ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഈ തർക്കം മുമ്പോട്ട് പോയാൽ കർഷകർക്ക് വേറെ തരത്തിൽ ദ്രോഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. കാരണം നാളെ കസ്തൂരിരംഗൻ റിപ്പോർട്ടോ ഗാഡ്ഗിൽ റിപ്പോർട്ടോ പൂർണ്ണമായി നടപ്പാക്കാൻ കോടതി തീരുമാനിച്ചാൽ ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ESA വരുന്നോ, എവിടെയൊക്കെ സോൺ 1, 2, 3 വരുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ വന്നാൽ ഇന്നുള്ളതിനേക്കാൾ ദുരിതം കർഷകർക്കുണ്ടാവും. ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു തുറന്ന സംവാദത്തിന്, ഒരു ക്ലോസ് ബൈ ക്ലോസ് സംവാദത്തിന് സഭ തയ്യാറാണോ? രണ്ട്, വിശ്വാസികൾക്കിടയിൽ ആശങ്കയുണ്ടെങ്കിൽ, അവർക്കിടയിൽ ഈ ആശങ്ക അക്രമത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അവരെ സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം രാഷ്ട്രീയ കക്ഷികളെക്കാൾ കഴിയുക സഭയ്ക്കാണ്. അതിന് സഭ മുൻകൈ എടുക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിസ്ഥിതി പോലുള്ളൊരു കാര്യം ജനാധിപത്യ സംസ്ഥാനത്ത്, രാജ്യത്ത് ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി സഹകരണത്തിലുള്ള മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പരിസ്ഥിതി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ശരീരത്തോട് പുലർത്തുന്ന സമീപനം പോലെ ധാർമ്മികമാകേണ്ടതാണ്. അത് ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കേണ്ടതാണ്. അതിനുള്ള നല്ലൊരു വിദ്യാഭ്യാസവും ഒരു ബോധവൽക്കരണവും ഇവിടെ നടത്തേണ്ടതാണ്. അതിൽ സഭ തീർച്ചയായിട്ടും പങ്കെടുക്കും. ഈ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം, കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരും ബന്ധപ്പെട്ടവരും പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രശ്നം ശാന്തമായി എല്ലാവർക്കും സൗഹൃദമായ വിധത്തിൽ പരിഹരിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് പറയുന്നത്. TN പ്രതാപൻ, സംസ്ഥാനത്തെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് നടപ്പാക്കില്ല, ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. അതാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ബാധിക്കും എന്ന് കരുതുന്ന രണ്ട് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇടുക്കിയിലും വയനാട്ടിലെയും കോൺഗ്രസിൻ്റെ MP-മാർ ഇതിനോട് സ്വീകരിച്ചിരിക്കുന്ന രണ്ട് വ്യത്യസ്തമായ നിലപാടുകളും സമീപനവുമാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് സംസ്ഥാന താല്പര്യം കണക്കിലെടുത്ത് എല്ലാവരും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ തീരുമാനം നടപ്പാക്കാൻ കഴിയുക? ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ എപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും. നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പങ്കുണ്ട്. മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ 8 മാസം രാജീവ് ഗാന്ധി വരെ ഗംഗാനദി സംരക്ഷിക്കാൻ വേണ്ടി അതോറിറ്റി ഉണ്ടാക്കി. ഇത് പഠിപ്പിച്ചൊരു കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നത്, ഗാന്ധിയൻ ഫിലോസഫി പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ തന്നെയാണ്, ക്രിസ്തുമതം പഠിപ്പിച്ച പോലെ തന്നെ പ്രകൃതി മനുഷ്യന്റെ ഉത്ഭവത്തിന് മുൻപുള്ളതാണ്. അതിനെ തൊട്ട് കളിക്കരുത് എന്ന് യേശുദേവൻ ഈ ഭാഷയിലെങ്കിലും പഠിപ്പിച്ചത് പോലെ തന്നെയാണ് മഹാത്മാഗാന്ധി പഠിപ്പിച്ചത്. കാറൽ മാർക്സിസവും ഒക്കെ പഠിപ്പിക്കുന്നത്, മൂലകളും ഒക്കെ പഠിപ്പിക്കുന്നത് പ്രകൃതിയാണ് ഏറ്റവും സമ്പത്താണ്. അങ്ങനെ പഠിപ്പിച്ച കാറൽ മാർക്സ് പഠിപ്പിച്ച മാർക്സിയൻ പാർട്ടികളും മഹാത്മാഗാന്ധി പഠിപ്പിച്ച ദേശീയ പാർട്ടികളൊക്കെ വോട്ടിന് വേണ്ടി നടത്തുന്ന ചില ഇരട്ടത്താപ്പ് നയമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് നയങ്ങളോടും നിലപാടുകളോടും കാണിക്കുന്ന ക്രൂരമായ സമീപനമാണ് ഇന്ന് ഈ തെറ്റിദ്ധാരണകൾ കൂടുതൽ പരത്തുവാൻ ഇടയാക്കിയത്. വസ്തുതകളെ പഠിക്കാതെയും മലച്ചൊടിച്ചുകൊണ്ടും അല്ലെങ്കിൽ വികാരപരമായി ഇതിനെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെയാണ്. CPI MLA VS സുനിൽകുമാർ, അദ്ദേഹത്തെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ VS സുനിൽകുമാർ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും CSI സ്വീകരിച്ചിരിക്കുന്ന നിലപാടും രണ്ടാണ്. ഇതിൽ കത്തോലിക്ക സഭയുടെ നിലപാടിനെ പിന്തുണയ്ക്കാമെന്ന് ഇടതുപക്ഷം തീരുമാനിക്കാൻ എന്താണ് കാരണം? അല്ല, ഞങ്ങളൊരു സഭയുടെ നിലപാടിനെ ഒന്നും ഇടതുപക്ഷം പിന്തുണച്ചായിട്ട് എനിക്കറിയില്ല. അവിടെ സഭ എടുക്കുന്ന നിലപാടുകളോടൊന്നും പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഭയുടെ നിലപാടുകൾക്കും ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും പിന്തുണ നൽകുമെന്നതാണ് നിലപാട്. അല്ല, പിന്തുണ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന പിന്തുണ ആ രൂപത്തിലല്ല. അതിന് ചില താല്പര്യങ്ങൾ, അതായത് കേരളത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ രീതിയെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും സഭ തന്നെ അക്രമത്തിന് പ്രേരണ നൽകുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ഇത് രക്തം ചൊരിയുമെന്ന നിലയിലുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ യോജിക്കുന്നില്ല.
അങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇതൊരു ശാസ്ത്രീയമായ റിപ്പോർട്ടാണ്. ആ ശാസ്ത്രീയമായ റിപ്പോർട്ടിനോടുള്ള സമീപനം നമുക്കുണ്ടാകേണ്ടത് ശാസ്ത്രീയമായ സമീപനമായിരിക്കണം. അല്ലാതെ നാം അതിനെ അക്രമ പ്രവർത്തനത്തിലൂടെയോ വൈകാരികമായി ജനങ്ങളെ ത്രസിപ്പിച്ചു നിർത്തിക്കൊണ്ടോ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം ഒന്നും ഒരിക്കലും കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. ജനങ്ങളുടെ വികാരം അതിനകത്തുണ്ട്. ആ വികാരത്തെ അത് എങ്ങനെ പരിഹരിക്കണം? ഇങ്ങനെ ഇത്രയും വലിയൊരു റിപ്പോർട്ട് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ ആ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാർ എന്താണ് ചെയ്തത്? ആരെ തട്ടിലേക്ക് ആ ചർച്ച കൊണ്ടുപോയോ? അങ്ങനെ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ജനാധിപത്യ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയോ? കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് മുമ്പുണ്ടായിരുന്ന ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, ആ കാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ ചർച്ച ചെയ്തു എന്നല്ലാതെ ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം താഴെ തട്ടിലേക്ക് ചർച്ച കൊണ്ടുപോയോ? അപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന, നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്ന, കൃഷിയെ ബാധിക്കുന്ന വളരെ ശാസ്ത്രീയമായ സമഗ്രമായ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ചുണ്ടാകാനിടയുള്ള നിരവധിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ജനവികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു ജനാധിപത്യ മാർഗം അവലംബിക്കാതെ ഏകപക്ഷീയമായി ഒരു കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യം അഡ്രസ് ചെയ്യുന്നത്. ശ്രീ സുനിൽകുമാർ, അതിന്റെ അർത്ഥം ഇന്നിപ്പോൾ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ബിഷപ്പ് പറഞ്ഞുകൊണ്ടിരുന്നതിനോടും ഇത് രണ്ടും അതിരുകടന്ന വികാര പ്രകടനമായാണ് ഇടതുമുന്നണി കാണുന്നത്. അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ നയിക്കാൻ സാധ്യമല്ല. ഇത് നമുക്കൊരിക്കലും, ഞാൻ പറയുന്നത് രക്തരൂക്ഷിതമായ ഒരു സമരത്തിലൂടെയാണോ നാം ഇത് പരിഹരിക്കേണ്ടത്? അങ്ങനെ ആർക്കാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഇടതുപക്ഷ പാർട്ടികൾക്കോ കത്തോലിക്ക സഭയ്ക്കോ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ വികാരത്തിലൂടെ നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ ഇത്. പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് നാം പറയുന്നുണ്ട്, അതേസമയത്ത് കൃഷിയെ കുറിച്ച് നാം വ്യാകുലപ്പെടുന്നുണ്ട്. ഇതിനകത്ത് വളരെ സത്യസന്ധമായ സുതാര്യമായ ഒരു സമീപനമാണ് എടുക്കേണ്ടത്. അതിന് പകരം നമുക്ക് ആർക്ക് വിചാരിച്ചാലും വികാരം കൊള്ളിക്കാവുന്ന ഒരു വിഷയമായി പെട്രോളിൽ മുക്കിയ തുണി പോലെ ഒരു ജനതയെ കൊണ്ടുവരുത്തുന്നത് ഒരിക്കലും നമുക്ക് ആർക്കും ഗുണം ചെയ്യുന്ന കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഈ കേരളത്തെ ഭരണത്തിലിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ രണ്ട് ബിഷപ്പുമാരും, ഇടുക്കി ബിഷപ്പും താമരശ്ശേരി ബിഷപ്പും, അവരുടെ വിശ്വാസികളുടെ വികാരങ്ങളെ പ്രതിഫലിക്കുകയാണ് ചെയ്തത്. അത് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്, അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് താങ്കൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള അമിത വികാര പ്രകടനങ്ങളോടെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നതിൽ നിന്ന് വിലക്കാൻ സഭ തയ്യാറാകുമോ? ഫാദർ പോൾ തേലക്കാട്, ഇത് ഇങ്ങനൊരു വികാരം അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലാതെ സഭയുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ എന്താണെന്ന് അവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വക പ്രശ്നങ്ങളെക്കുറിച്ച് ഇത് വലിയ വിപ്ലവത്തിന് വഴികളിക്കും, ഇതിവിടെ വലിയ അക്രമം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട് ബിഷപ്പുമാരും വളരെ സമാധാനപ്രിയരായ മനുഷ്യരാണ്. അവരൊന്നും അഹിംസയിൽ ശക്തമായ അഹിംസാവാദികളുമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ആശങ്കയും ഇപ്പോൾ ഇവിടെ വലിയ ബോംബുണ്ടാവും, വലിയ അക്രമം ഉണ്ടാകുന്ന ആരും പേടിക്കേണ്ടതില്ല. വളരെ സമാധാനപ്രദമായി ജീവിക്കുകയും സമാധാനം വിശ്വസിക്കുകയും സമാധാനപരമായ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ മെത്രാന്മാരും, എല്ലാ വൈദികരും. ഇവർ രണ്ടുപേരും അല്പം കടന്ന വിധത്തിൽ തോന്നിക്കുന്ന വിധത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം. അതിനപ്പുറത്ത് ആരും അതിന് കാണേണ്ടതില്ല. അങ്ങനെ വളരെ നല്ല മാതൃകയിൽ നടപ്പിലാക്കാൻ കഴിയണം. ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. റൈറ്റ്, വളരെയധികം നന്ദി ഫാദർ പോൾ തേലക്കാട്, CR നീലകണ്ഠൻ, മാത്യു കോശി പുന്നക്കാട്, VS സുനിൽകുമാർ, ഒപ്പം തന്നെ TN പ്രതാപൻ MLA ചർച്ചയിൽ പങ്കെടുത്തതിന് അതിഥികൾക്കെല്ലാം ഒരിക്കൽ കൂടി